വയനാട്ടിലെ മഹാദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുകയാണ്. പുത്തുമലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 189 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. ഇതിൽ 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ്. പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് സംസ്കാരം. മേപ്പാടിയിലെ താൽക്കാലിക മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസുകളിലാണ് എത്തിക്കുന്നത്. പുത്തുമലയിൽ നിന്ന് വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നെഞ്ചു പൊട്ടിനാട് നിൽക്കുന്ന കാഴ്ചകൾ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കൂട്ട സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ഇന്നും അത് ആവർത്തിക്കുന്നു. എത്ര സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ? ഇനിയും ബാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണോ അവിടെ? അപർണ, ഈ ദുരന്തത്തിലെ ഏറ്റവും നൊമ്പരമുളവാക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ പുത്തുമലയിലെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ പന്തൽ. ഈ ടേബിളുകളിൽ വെച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളും ഓരോ വ്യക്തികളുടെ ശരീരഭാഗങ്ങളാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഒരു വ്യക്തിയുടെ ശിരസാണ്, അതിനപ്പുറത്തെ കാൽപാദമാണ്, അതിനപ്പുറത്തെ കൈയാണ്. അങ്ങനെ ഒരു കുഞ്ഞു വിരലടക്കം അത് ഒരു വ്യക്തിയായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ 64 വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ ഇവിടെ ഈ ടേബിളുകളിൽ നിരത്തി വെക്കുമ്പോൾ അത് മനസാക്ഷി മരവിച്ചു പോകുന്ന, കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകളായി. ഒരുപക്ഷെ എന്നും ഈ ദുരന്തത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം, ഈ ഏറ്റവും ക്രൂരമായ ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ദാരുണമായ കാഴ്ചയായിരിക്കും. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി പോലീസ് അവർക്ക് അവസാന ആദരവ് നൽകുകയാണ്. അതിനുശേഷമായിരിക്കും ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. പുത്തുമലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാടിന്റെ കണ്ണീർ ഇറ്റിക്കുന്ന സംസ്കാര ചടങ്ങുകളാണ്. കൂട്ടക്കുഴിമാടങ്ങളുടെ ദൃശ്യങ്ങൾ, 200 കൂട്ടക്കുഴിമാടങ്ങൾ, കണ്ണീർ കുഴിമാടങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന കൂട്ടക്കുഴിമാടങ്ങൾ അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 16 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് അല്പം മുൻപ് പൂർത്തിയായത്. അവശേഷിക്കുന്നവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഡാൻ, പറഞ്ഞു വന്നതിലേക്ക് ഡാൻ, ഇനി എപ്പോഴത്തേക്ക് പരിപൂർണമായിട്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നുള്ള സൂചനകളുണ്ട് അവിടെ നിന്ന്? ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ദേവാലയത്തിന്റെ ഇടവക വികാരിമാരാണ് ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷമായിരിക്കും ഹൈന്ദവ ആചാരപ്രകാരം ചൂരൽമല ശിവക്ഷേത്രത്തിന്റെ ആചാര്യന്മാർ, സ്വാമിമാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ നടക്കുക. അതിനുശേഷം ഇമാമുള്ള പ്രാർത്ഥനകൾ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഓരോ ഘട്ടം, പല ഘട്ടങ്ങളായിട്ടാണ് 200 കുഴിമാടങ്ങളിലേക്കുള്ള മൃതദേഹങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങളെ, ഓരോ മൃതദേഹ ഭാഗങ്ങളെയും ഒരു മൃതദേഹമായി കണക്കിലെടുത്തുകൊണ്ടാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 16 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിക്കുന്നു. ഇന്നലെ രാത്രിയും ആണ് സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നെഞ്ച് പിളർക്കുന്ന കാഴ്ചയാണ്. പൂർണ്ണമല്ലാത്ത ശരീരഭാഗങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കായി എത്തിക്കുന്ന സാഹചര്യം. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തകരെല്ലാം സജീവമായി തന്നെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഈ മണിക്കൂർ വരെ പുത്തുമല ഹാരിസൺ പ്ലാന്റേഷന്റെ തോട്ടത്തിൽ ആ സംസ്കാര ചടങ്ങുകൾക്ക് നടക്കുമ്പോൾ അതിന് സാക്ഷിയാകാൻ പ്രിയപ്പെട്ടവർക്ക്, എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴി നൽകാൻ എത്തുന്നവരുടെ, ഒഴുകിയെത്തുന്നവരുടെ തിരക്ക് കൂടി അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ക്രൈസ്തവ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥന, പിന്നീട് ഹൈന്ദവ മതാചാരപ്രകാരം, അതിനുശേഷം ഇസ്ലാം മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളെല്ലാം, അന്ത്യോപചാരവുമെല്ലാം നൽകിയാണ് ഓരോ മൃതദേഹവും അടക്കം ചെയ്യുന്നത്. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, എത്ര മൃതദേഹങ്ങൾ കൂടി സംസ്കരിക്കാനുണ്ടാകും? ഇപ്പോഴും ഓരോ ഘട്ടമായി പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണോ?
അഥവാ 31 മൃതദേഹങ്ങൾ അത് അതിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് വൈത്തിരി 64 മൃതദേഹ ഭാഗങ്ങൾ ആ മൃതദേഹ ഭാഗങ്ങൾ 3 ആംബുലൻസുകളിലായി ഇവിടേക്ക് എത്തിച്ചത് പുറയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ അർപ്പിച്ചതിന് ശേഷം സർവമത പ്രാർത്ഥന നടത്തുകയാണ്. സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ ഇടവക വികാരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രൈസ്തവ സഭയുടെ പ്രാർത്ഥന. അതിനുശേഷം ചൂരൽമല ശിവക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ ആചാര്യന്മാർ അടക്കം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. അതിനുശേഷമായിരിക്കും ഇമാമിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുക. അത് പൂർത്തിയായതിനു ശേഷം നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കണ്ട താഴ്ഭാഗത്തുള്ള കുഴിമാടങ്ങൾ തികയില്ല ഓരോന്നായി സംസ്കരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഈ പന്തലിന്റെ മുകൾ ഭാഗത്ത് ഇതേ സമയത്ത് തന്നെ കൂടുതൽ കുഴിമാടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലങ്ങളിലേക്ക് കൂടിയായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുക. ഈ ശരീര ഭാഗങ്ങൾ വ്യക്തികളായി ഈ കുഴിമാടങ്ങൾ